ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു വീഡിയോ ആണിത്. സന്തോഷവും അതിനുപരി ഒരു ചെറിയൊരു വിഷമമുണ്ട്. മോളെ വേദനിപ്പിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമം. ആൾക്ക് കാത് കുത്താൻ പോകണം. ഇപ്പം സെപ്റ്റംബർ ആകുമ്പോൾ ആൾക്ക് 2 വയസ്സാവും. ഇത്രയും നാൾ ചേട്ടനെ വെയിറ്റ് ചെയ്താണ് കാത് കുത്താതിരുന്നത്. ചേട്ടൻ നാട്ടിൽ വരുമ്പോൾ കാത് കുത്താന്നുള്ള ഇതിലിരുന്ന്, പക്ഷേ ചേട്ടൻ നാട്ടിലോട്ട് വന്നില്ല. അപ്പം നമ്മൾ കടൽ കടന്ന് ഇവിടെ വന്ന് ഇവിടെ നിന്നാണ് കാത് കുത്തുന്നത്. അപ്പം നമ്മളെ മസ്കറ്റിലുള്ള SG ഗോൾഡ് സിൽവർ എന്ന് പറയുന്ന ഒരു ജ്വല്ലറിയിൽ നിന്നാണ് കാത് കുത്തിയത്. നമ്മളൊരു സ്വർണ്ണ കമ്മൽ നോക്കി വെച്ച്, അപ്പം അത് വച്ചല്ല കാത് കുത്തിയത്, ഗണ്ണ് വെച്ചുള്ള കാത് കുത്തായിരുന്നു. അപ്പം അതിന് മുമ്പ് അവിടെ നിന്ന് വേറൊരു കമ്മലിട്ടാണ് കാത് കുത്തി തന്നത്. പച്ച കല്ല് വെച്ച ഒരു കമ്മലാണ് നമ്മൾ അതിന് വേണ്ടി സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് മാർക്കൊക്കെ ചെയ്ത്, ഒരു ഓയിൽമെൻ്റൊക്കെ തേച്ച് കൊടുത്തിട്ട് മാർക്കൊക്കെ ചെയ്ത്. ആദ്യമൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ടൊക്കെ ഇരിക്കണം. ആൾക്ക് എന്തിനാണ് ഏതാണെന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ലാതിരുന്നു. എന്താണ് ആദ്യം അടിക്കുമ്പം കരച്ചിലോ ബഹളോ ഒന്നുമില്ല, ഒരു ഞെട്ടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൾക്ക് ചെറുതായിട്ട് സങ്കടമൊക്കെ വന്നു. പിന്നെ ഒരു കുഴപ്പമില്ലാതെ കളിച്ച് ചിരിച്ചിരുന്നു, കരഞ്ഞൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അടുത്ത കാത് കുത്താൻ വേണ്ടി ഒരുവിധം സമ്മതിച്ചില്ല. ആൾ ഭയങ്കര ബഹളമായിരുന്നു. ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ കാണിച്ച് ഇത്തിരി ബലം പിടിച്ചാണ് അടുത്ത കാത് കുത്തേണ്ടി വന്നത്. ആദ്യം മിണ്ടാതിരിക്കുന്നത് നോക്കിയിട്ട് പറ്റിയില്ലാത്തതുകൊണ്ടാണ് പിന്നെ ആളെ ഇത്തിരി ബലം പിടിച്ച് കമ്മൽ അടിച്ചു കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കരഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ആൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. ആൾ നല്ല ഹാപ്പി ആയിട്ടിരുന്നു. നമ്മൾ വേറൊരു സ്വർണ്ണ കമ്മലും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ തന്നെ 2 സ്വർണ്ണ കമ്മലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊന്നും കൂടി വാങ്ങിച്ച്, കാത് കുത്തിയത് കൊണ്ട് വാങ്ങിച്ച് ഒരു കുഞ്ഞു വെള്ള കല്ല് വെച്ച കമ്മൽ. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ. ആൾ ഹാപ്പി ആയിട്ടുണ്ട്.